എന്താ ഇവിടെ നീ അറിഞ്ഞില്ലേ പുതിയ ചിട്ടവട്ടങ്ങളൊന്നും? പുതിയ പരിപാടികളൊക്കെ ഇവിടെ ആണോ? ആ പിന്നെ ഇനി നിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. ജനിച്ച സമയം, നാള്, അതെ എല്ലാം അതൊക്കെ പറയും. പറയാം. അതെ. ഹരി ചേച്ചി ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് പറയാൻ ഇവിടെ വന്നിങ്ങനെ നിക്കുന്നേ. ആ, ഓ, എല്ലാം അറിയാം. അറിയണ്ടേ? അറിയണം. അറിയണ്ടേ? അറിയാം. ഓരോന്നായിട്ട് ഞാനിങ്ങനെ എണ്ണി പറയാം. ആരിക്കുട്ടി അതിനുമ്പോ ഒരൊറ്റ കാര്യം. ആ, ഇന്നലെ ഞാനും സാരംകുട്ടനും കൂടെ ആ. ഒരു ബോയ്സ് ഡേ ഔട്ട് ഉണ്ട്. ബോയ്സ് ബോയ്സ് You mean boys day out? നമ്മൾ രണ്ടും കൂടെ നിങ്ങൾ പോയോ ഷോപ്പിങ്ങിന്? നമ്മള് ഷോപ്പിങ്ങിന് പോയി. അങ്ങനെ അറ്റ് ലാസ്റ്റ് കറക്റ്റ് സൈസ് കിട്ടിയോ? ആടിച്ച് പൊളിച്ച് കിടിക്ക് കിട്ടി. തിമിർത്ത്. എത്ര ഷർട്ട് മേടിച്ചു? 2 ഷർട്ടും പിന്നെ 2 പാൻ. ഓ, 2 ഷർട്ട് 2 പാന്റ്. കാണണ്ടേ? വേണം. Sarang. Sarang. നിങ്ങൾ ഗേൾസിന്റെ അവിടെ പോയി നോക്കിയോ? Sarang. ശരിക്കും അടിച്ചു മോനെ. 2 ഷർട്ട് 2 പാന്റ്. വീഡിയോ ധമാക്ക. ആ വീഡിയോ കിടില ബീജിയം. സാരൻ. ആരാ സിനിമാറ്റോഗ്രാഫർ? ഓ, ആരാ? ആരായിരിക്കും? അല്ല എംജങ്ങൾ എന്തായാലും എടുക്കാൻ പറ്റൂലല്ലോ. എംജങ്ങള് അഭിനയിക്കുന്നില്ലേ? അഭിനയിക്കുന്നത് ആ, അപ്പൊ ഞാൻ അഭിനയിച്ച പോർഷൻ മാത്രം വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ ബാക്കിയെല്ലാം ഞാനാ. അയ്യോ, ആയിരുന്നോ? അല്ല, ഞാൻ ഇത് മാത്രം. ഇത്ര അഭിമാനത്തോടെ അത് ചോദിക്കുമ്പോൾ അത് നമുക്ക് ഞാൻ പറഞ്ഞാ പോരെ, തന്നെയാണ്. നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സൺ ആണ്. അപ്പൊ എംജങ്ങള് നിങ്ങൾ രണ്ടാളുടെ എടുത്തതാരാ കോമ്പിനേഷൻ സീൻ? നമ്മൾ പോയ മോളില്ലേ, ആ, അവിടെ ഒരു അനിയൻ ഉണ്ടായിരുന്നു. ഓക്കെ. ആ അനിയൻ ഇത് എടുത്തു തന്നു. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ അതിനകത്തൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. ഗുഡ് ബ്രദർ. പക്ഷേ എഡിറ്റിംഗ് ആരാണ് ചെയ്തിരിക്കുന്നത്? അത് എംജെ അങ്കിൾ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് അതും എംജെ അങ്കിൾ. ആക്ടിംഗ് അതും എംജെ അങ്കിൾ. ഡയറക്ഷൻ അതും എംജെ അങ്കിൾ. മ്യൂസിക് അതും എംജെ. ബാലേന്ദ്ര മേനോ എല്ലാം ചെയ്യും. ഇതെല്ലാം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടല്ല ചെയ്തു പോയതാണ്. കാരണം നമ്മുടെ സാരംകൂട്ടനുള്ള സ്നേഹത്തിൽ. താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ സാരംകൂട്ട കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. അതെ. ചെറിയ കാര്യമാണേ. അല്ലല്ല, വലിയ കാര്യം. ചെറിയ കാര്യമൊന്നുമല്ല. അല്ല. സാരംകോട്ടിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇവിടെ വായിച്ചുണ്ടല്ലോ എം ജെ സർ, എല്ലാരും ഞെട്ടും. അതെ. കാരണം ടോട്ടൽ 35 പാട്ടുകൾ ഇവിടെ സാരംകൂട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഓരോ 5 പാട്ടിലും ഒരു പാട്ടിന് 100 ഔട്ട് ഓഫ് 100 വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ 7 മധുര മഴ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാരംകൂട്ടന്. മാത്രമല്ല, ഒരു 1 സ്റ്റാർ, 2 2 സ്റ്റാർ, 2 3 സ്റ്റാർ. ഇതൊക്കെയാണ് സാരംകോട്ടിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ. സുഭാഷ്, താങ്ക് യു സാർ. മിടുക്കൻ. അപ്പൊ ഇന്ന് ജഡ്ജസ് ചോയ്സ് ആണ്. അതെ. അല്ല സാറിന് എന്താ പറയാറുള്ളത്? പറയൂ, പുതിയ ഘട്ടത്തിലേക്ക് വന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പുതിയ ഘട്ടത്തിനെ പറ്റി ഇവിടം വരെ എത്തിയതില് സന്തോഷം. പാട്ടുകൾ ഇനിയും കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം. അതെ. പിന്നെന്താ, അവതരിപ്പിക്കണം. അതൊക്കെയാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. അതെ. ഇപ്പൊ എന്തായാലും ജഡ്ജസ് ചോയ്സ് ആണ്. ഒരു പാട്ട് ഒരാളെ സെലക്ട് ചെയ്യാം അല്ലേ? ഓക്കെ. വിസ്താരയിൽ നോക്കാം. ഓക്കെ. ഇതില് നമ്മള് ഒരു ജഡ്ജിനെ തെരഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ പറയണം എന്തുകൊണ്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ? ഇതാരാന്ന് മനസ്സിലായില്ലേ? എല്ലാരും മനസ്സിലായില്ലേ? മധുക്കുട്ടനുണ്ട്, ഉണ്ണി സാറുണ്ട്, എം ജെ സാറുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. റെഡി? യെസ്. സെലക്ട്. ഒരാളെ സെലക്ട് ചെയ്യാൻ എന്റെ ഒരു കാരണം. മധു സാർ. എന്തുകൊണ്ടാ മധുവങ്കളിനെ സെലക്ട് ചെയ്യുന്നത്? കാരണം എന്താ വെച്ചാല് ഞാൻ ടോപ്പ് സിംഗറിൽ വരുന്നതിന് മുമ്പിട്ട് മധു സാറ് പാട്ട് കുറെ കേൾക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ഞാൻ മധു സാറ് പാടിയ പാട്ടുകൾ കുറെ ഭക്തി ഗാനങ്ങൾ കുറെ പാടിയിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലൂടെ കുറേ ആൾക്കാർ കാണുകയും ആ പാട്ട് എനിക്ക് കുറേ വേദികളിൽ പാടാനും പറ്റിയിട്ടുണ്ട്. ആ പാട്ട് മധു സാർ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരണം വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാരണമുണ്ട് മധുചേട്ടനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, നമുക്ക് നോക്കാം അപ്പൊ മധുവങ്കൾ എന്താ പറയുന്നതെന്ന്. യെസ്, നല്ല ഡാൻസ്.
മധുരഗാനം. ജഡ്ജസ് ചോയ്സിൽ മധുവങ്ങളെ സെലക്ട് ചെയ്തു. മധുവങ്ങൾ പറയുന്നത് ചൂസ് ചെയ്യുന്നത് മധുരഗാനമാണ്. അതെ. അപ്പൊ ആ റൗണ്ടിൽ സാരംകൂട്ടൻ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഹൃദയം ദേവാലയം. മധുരഗാനം. Yes, beautiful song. Beautiful selection. Nice. Yes. യെസ് സർ. പാട്ട് കേൾക്കാം അല്ലേ? പാട്ട് കേൾക്കാം. അപ്പൊ all all the the best. best. Thank you. രണ്ട് സെയിം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സാരംകൂട്ട ഓ 100 അടിക്കണം. യെസ് ഓക്കെ. നോക്കാം. യെസ്. പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ മാറ്റിമറിയാം. അതെ അതെ. അപ്പൊ സാരംകൂട്ട എന്തോ നന്നായി പാടണം. സാരംകൂട്ടം പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ TV സ്ക്രീനിന്റെ താഴെ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ എല്ലാ പ്രേക്ഷകരും സാരംകൂട്ടന് വേണ്ടി വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം ഓയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കലശങ്ങളാടാറുണ്ടിവിടെ. ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ. മുറജമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം. വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ടിവിടെ. ദുഃഖങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാറുണ്ടിവിടെ. ഓർമ്മകൾ ശിവേലി തൂകാറുണ്ടിവിടെ. നടപ്പന്തലില്ലാത്ത തിടപ്പള്ളിയില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം. ഓയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം.
അറിയാം സാർ. ആ അറിയാം. സാരംകുട്ടോ, എന്തോ സാരംകുട്ടന്റെ ഇന്നത്തെ ഈ പെർഫോമൻസിന് ഓ 98.5. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ആ സന്തോഷായോ? ഓ സന്തോഷം. അപ്പൊ സാരംകുട്ട ഓ പോയിരുന്നു നല്ലോണം പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ, ഗുഡ് നൈറ്റ്. ആ